കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വ്യായാമത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭ്യാസത്തെക്കുറിച്ചാണ്. അതായത് ചുവടുവെപ്പിനെ കുറിച്ച്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയ ഞാൻ ഈ കളരി അഭ്യാസം പഠിച്ചത്. പക്ഷേ അതിന് പ്രയോജനമുണ്ടായി. ഏറ്റവും നല്ല കളരി അഭ്യാസിക്കുള്ള തങ്കപ്പതക്കം കരപ്രമാണിയിൽ നിന്നും എനിക്ക് തരുമ്പോ മക്കളെ എന്റെ കണ്ണിക്കട നിറഞ്ഞ് തുളുമ്പി ഒഴുകുകയായിരുന്നു. അറിയോ? ഇന്നലെ ഞാൻ പഠിപ്പിച്ച ആഭാസങ്ങൾ അല്ല അഭ്യാസങ്ങൾ ഒന്ന് കാണിച്ച് ത്യാഗരാജ അല്ല നടരാജ. അൻസാറേ നീ ഒന്ന് കാണിച്ചേ, നീ ഒന്ന് അല്പം ഒന്ന് കാണിച്ചേ, ഇന്നലെ പഠിപ്പിച്ചൊന്ന് കാണിച്ചേ. ഇത് സിനിമാറ്റിക് ഡാൻസ് കളിക്കും പോലെ എന്തുവേണ കാണിക്കുന്നത് നീ? ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. അഭ്യാസം കാണിക്കുന്ന ഇയാള് ഒരു തരം ആഭാസനം അല്ലാതുവാ. അവനെ ഒന്നുകൂടെ തെളിയിപ്പിക്കണല്ലോ. കാണിച്ചരാ ഇടോ, ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചേ, നീ ഒന്ന് കാണിച്ചേ. അത് കേട്ടോ, മതി മതി മതി, നിർത്ത് നിർത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നടരാജനോട് ചോദിച്ച് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. കേട്ടോ കുട്ടികളെ, നമുക്കിനി അടുത്തത് ഇവരെ ഒന്ന് പ്രത്യേക ഒരു പരിശീലനം കൊടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജലഭീരങ്കി അത് നേരിടുമ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? വെള്ളം നമ്മൾ സമരങ്ങൾക്ക് ജാഥയ്ക്കൊക്കെ പോകുമ്പോഴേ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനെ പറ്റിയാണ് നമുക്ക് ഇനി ക്ലാസ് എടുക്കാനുള്ളത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അടിച്ച് വരൂ പോലെ കിടന്ന് കറങ്ങുകയും ഇങ്ങനെ പറഞ്ഞൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടില്ലയോ? അത് ഞാൻ വേണമെന്ന് കാണിച്ചു കൊടുക്കാറില്ല. അതിനൊന്ന് പിള്ളേർക്ക് ജലഭീരങ്കി ഇങ്ങനെ അടിക്കുമ്പോ നമ്മൾ കണ്ടേ അമ്മച്ചി എന്താ പെട്ടെന്ന് അറിയിക്കാതെ ഇങ്ങോട്ട്? അറിയിച്ചിട്ടേ വരാൻ പറ്റത്തോളോടാ. അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞത് എന്തോടെ ഇവിടെ ഈ കനക നീ അമ്മച്ചിയെ പാലായി പോയി വിളിച്ച? ഇല്ല, ഞാൻ അവിടെ ജംഗ്ഷനിൽ നിന്നപ്പോ അമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി വന്നു. ജംഗ്ഷനിൽ നിന്നപ്പോ നിൽക്കുന്നുണ്ടായിരുന്നു. നീല്ലേ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചത് അമ്മച്ചി ഇങ്ങോട്ട് വരാന്? അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് ഇതൊക്കെ അമ്മച്ചി നമ്മളെ ഇവിടെ നമ്മളെ നീന്തൽക്കുളമല്ല ഉണ്ടാക്കാൻ പോവാ. അല്ലല്ല, അണികൾക്ക് ചെറിയ അഭ്യാസ മുറകൾ പഠിപ്പിച്ചു കൊടുക്കുക ആശാൻ. ഈ വലിവന് നിന്റെ അപ്പച്ചി നിന്റെ അമ്മായി പാടി ആരെയാ പറഞ്ഞേ? സമാധാനല്ലടാ. ആവശ്യമില്ലാത്ത പണി ഓട്ടോ വിടാത്ത നോക്കേ. സമാധാനല്ലടാ നിനക്ക്. അപ്പൊ ഇത് 2 ദിവസം നടക്കണോ?
2 ദിവസം വേണം മക്കളെ. ഒടിയുന്നില്ല. അത് മില്ലിൽ കൊണ്ടുപോയി അവർ ചീത്ത വിളിക്കത്തേ ഉള്ളു. ഉണങ്ങിയിട്ടില്ല. 1 കിലോ മല്ലിയും കൂടെ ഇനി മേടിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ ഇവിടെ ഇട്ട് ഈ ഭാവം എത്രയും അങ്ങ് ഉണക്കായിരുന്നു. എത്രയും അങ്ങ് ഉണക്കായിരുന്നു. നീ കാണിക്കണേ ഇത് അമ്മച്ചി എന്തോ ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള സ്ഥലം കിടക്കല്ലേ, അതിനെ കൊണ്ട് ഇവിടെ ഇട്ട് ഉണക്കാം അമ്മച്ചി. എന്തുവാടാ നിനക്ക് എന്തുവാ ഒരു പണി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാല്? അമ്മച്ചി ഇത് ഇത് എവിടെയാണ് ഇതൊക്കെ കൊണ്ട് ഇട്ടേക്കണെന്ന് അറിയാമോ? എവിടെ കൊണ്ടിട്ട്? അതെ ഈ പ്രശ്നം ഉണ്ടാക്കരുത്. മാറ്റാൻ പറയും. എടാ ഇവനില്ലാത്ത കുഴപ്പമൊന്നും നിനക്ക്? അതാണ് എടാ അമ്മയ്ക്ക് ഇത് മോള ഉണക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ എതിർക്കില്ല, കാരണം എന്റെ അമ്മയെ പോലെയാണത്. അപ്പൊ അങ്ങനെ ഞാൻ എതിർക്കുന്നത് ശരിയാണ്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് മല്ലി ഇടണമെന്ന് പറഞ്ഞു, നാളത്തെ തേങ്ങ എല്ലാം അമ്മയ്ക്ക് ഇവിടെ എന്താ സ്വാതന്ത്ര്യം. എന്റെ അമ്മയെ പോലെയാണ്. നമ്മളെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ഇപ്പൊ ഇത് പ്രശ്നം ശരിയല്ല. ഉപകാരം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയില്ല ഞാൻ ഈ ചെയ്യുന്നത്. പഠിക്കാൻ പിള്ളേരിപ്പോ വരും. അത് വരുമ്പോഴല്ലേ പെറ്റ കുഞ്ഞിനേക്കായി സ്നേഹം ഉണ്ടടാ ഇവന് എനിക്ക്. അത് അമ്മച്ചി അങ്ങനെയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് ഒരു ആവശ്യമുണ്ട്, ഞാൻ ഉണ്ട്. ഇത് എവിടെ കൊണ്ട് വെച്ചിക്കണം നോക്കോ, ഇത് ആശാൻ കണ്ടത് പ്രശ്നമാവും. വിളക്ക് കത്തിക്കുന്ന സമയത്താണ് അത് വേണ്ടത്, അതുവരെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി നല്ല അമ്മച്ചിയല്ലേ, അമ്മച്ചി ഇതെടുത്ത് അവിടെ കൊണ്ടിട്ട് പോകണം. മുള ഉണങ്ങും. ഇപ്പൊ ഈ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞ മുള ഉണങ്ങാതൊന്നും ഇരിക്കത്തില്ല. എന്ത് കുഴപ്പം നിനക്ക്? തുടങ്ങാനുള്ള സമയം എനിക്ക് മനസ്സിലായി. മല്ലി കഴിയുന്നുണ്ടോ? മല്ലി ഞാൻ മേടിച്ചോട്ടെ. നേരത്തെ കടയിൽ പോയി മല്ലി മേടിച്ചോട്ടെ. ഇവനെന്തോ കുഴപ്പം നോക്കണോ? അമ്മച്ചി എടുത്ത് മാറ്റാൻ ഇനിയും സമയമുണ്ട്. പ്രശ്നമുണ്ട്. ആശാനെ വരുന്നുണ്ട്. എന്താടാ ആശാനെ ആത്മസംയമനം പാലിക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ മാറ്റിയിട്ടോളൂ അമ്മച്ചി. അത് എന്താ മാറ്റി? നീ ആരാടാ പേടിക്കുന്നേ? മുളക് കൊണ്ടിട്ടില്ലേ? എന്ത് തോന്നിവാസമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? പവിത്രമായ ഈ കടലിയുടെ മുമ്പിലാണോ ഈ തോന്നിവാസം നീ കാണിക്കുന്നത്? ഈ ക്ഷേത്രത്തിനെ കാണി വലിയ പുണ്യമായിട്ടാണ് എന്റെ കടൽ ഞാൻ കാണുന്നത്. നീ എന്റെ തൊല്ലിയെ ബാധിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയോ? നീ എന്റെ പൊക്കി കാണിക്കാൻ സങ്കടാണോ? നീനാണ് ആരാ പറഞ്ഞ ഈ സാമാന്യ കൊല്ലും കൊലയൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. നോക്ക്, നീ എന്റെ തൊല്ലിയെ ആക്ഷേപിച്ചത്. ഇനി നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിന്നെ ഇന്ന് രാത്രി വെട്ടി തൂറുക്കി ഞാൻ പീസ് കൊണ്ടു കളയും. എന്റെ കടലി പരമ്പര ദൈവങ്ങളാണ്. സത്യം സത്യം സത്യം. പിന്നെ ഈ അവിവേകൊന്നും കാണിക്കരുത്. അവള് വരും. ചൂണ്ടുണങ്ങും. ഇപ്പൊ വരും. അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം വീണ അൻസാറില്ലേ, ഐസി യൂണിറ്റിലാണ്. ഏത് നിമിഷം തട്ടിപ്പോവും. പിന്നെ വലിയ കേസാവും, വലിയ പൊല്ലാപ്പാവും. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഇരിക്കുന്നതാണ് നല്ലത്. കുഴപ്പമാണ്. നേരത്തെ വിളിച്ചിരുന്നവേ, അവന്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. ആശുപത്രി കിടക്കുകയാണ്. അതിനിടെ ഇതുകൂടെ വലിച്ചു വെച്ചാ